നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ കൂടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷായിട്ടോ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരും നിങ്ങളും മാരി ചെയ്യൂ, കല്യാണം കഴിക്കൂ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് കാണിക്കുന്ന വെച്ചാൽ ഒരു സക്സസ് ആൻഡ് ഹാപ്പിനെസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ ടോട്ടലി ഔട്ട്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വ്യക്തിനെ കല്യാണം കഴിക്കും, നിങ്ങൾക്ക് ഒരുമിച്ച് കുട്ടികൾ ഉണ്ടാകും. അതുമാത്രമല്ല നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാകും, ഫിനാൻഷ്യലി നിങ്ങൾ വെൽ ഓഫ് ആയിട്ട് വരും. ഇപ്പം എന്തെങ്കിലും നല്ലൊരു ജോലി കിട്ടും അല്ലെങ്കിൽ ബിസിനസ്, എന്തായാലും നിങ്ങൾ ഫിനാൻഷ്യലി വെൽ ഓഫ് ആയിരിക്കും. ഈ വ്യക്തി നിങ്ങൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് നല്ല ഹാപ്പിനെസ്സും സക്സസ്സും നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും. നിങ്ങൾക്ക് ഇവരുടെ കൂടെ ഒരുമിച്ച് പോകാനാണോ, ഒരു മാരേജ് ചെയ്യാനാണോ, കുട്ടികൾ ആകാനോ, എല്ലാത്തിനും ഇതൊരു സക്സസ് ആണ്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സക്സസ് ആണ് കാണിക്കുന്നത്. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഡിലേ ഉണ്ടാകും, പെട്ടെന്ന് നടക്കത്തില്ല. കുറച്ച് ഡിലേയും ഒരു ഡിഫിക്കൽട്ടീസും നിങ്ങൾ ഒരുമിക്കാൻ വേണ്ടിയുള്ള കുറച്ച് നിങ്ങൾ രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് കുറച്ച് ഒന്നെങ്കിൽ ഫാമിലി പരമായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. പക്ഷെ ഇത് സക്സസ് ആണ് കാണുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ പേഴ്സന്റെ ഫീലിംഗ്. ഈ പേഴ്സണ് നിങ്ങൾ അവർക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഓക്കെ, അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങളുമായിട്ട് കുറച്ചും കൂടി ഇൻറ്റിമേറ്റ് ആവണമെന്നാണ് ആഗ്രഹം. അതുപോലെ തന്നെ ജീവിതകാലം മൊത്തം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, എന്തൊക്കെ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അങ്ങനെ ഒരു ഫീലിംഗ് ആണ്, നല്ലൊരു പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അവർക്കുള്ളത്. ഓക്കെ, നിങ്ങളെ ഒരുപാട് അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും പാസ്റ്റ് ആണ് കാണിക്കുന്നത്. ഇതിൽ എനിക്ക് കാണാൻ കഴിയുന്നത് പാസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ 1 year ആയിട്ടുള്ള റിലേഷൻഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും നേരത്തെ അവർക്ക് നിങ്ങളായിട്ട് നല്ല ആരുമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ മാരേജ് ആയിട്ട് സെറ്റിൽ ആവാൻ അവർക്ക് അതിന് താല്പര്യമില്ലായിരുന്നു. അവർ എന്താ പറയുക, ഇപ്പോഴേ ഒരു മാരീഡ് ലൈഫിലോട്ട് അവർക്ക് മുൻപോട്ട് പോകാൻ ഒരു താല്പര്യമില്ലായിരുന്നു. നിങ്ങളെ അവർക്ക് ഇഷ്ടമായിരുന്നു, പക്ഷേ എന്താ പറയുക, മാരേജിനോട് അവർക്കൊരു താല്പര്യമില്ലായിരുന്നു. ഓക്കെ, ഇപ്പം പ്രസൻറ്റിൽ കാണുന്ന പോലല്ല, അവർക്ക് ഒരു താല്പര്യം കുറവായിരുന്നു. അവർ ഒരു ബാച്ചുലർ ലൈഫൊക്കെ എൻജോയ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും അതുപോലെ നിൽക്കുന്നതുകൊണ്ടാണ്. ഒന്നെങ്കിൽ ഒരാൾ അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ രണ്ടുപേരും സെറ്റിൽ ആവാനോ കല്യാണം കഴിക്കുന്ന ആഗ്രഹമോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, ഇത് നിങ്ങളുടെ പ്രസൻറ്റ്. പ്രസൻറ്റിൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് വരണം, നിങ്ങളെ ഫിനാൻഷ്യലി എല്ലാം കൊണ്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് അവരുടെ ആഗ്രഹം. അവരെന്തോ കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്, ഒരു ഗിഫ്റ്റ് ഓഫ് ലവ്. ഒന്നെങ്കിൽ അത് ഫിസിക്കൽ ഒരു ഗിഫ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യമായിട്ട് നിങ്ങളോട് മുന്നോട്ട് വരും. നിങ്ങളുടെ അടുത്തോട്ട് വരും അവർ. ഒന്നെങ്കിൽ ഒരു എന്താ പറയുക, പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു എൻഗേജ്മെൻറ്റ് റിംഗ് ആയിട്ടോ, അല്ലെങ്കിൽ എന്തോ തരത്തിലുള്ള ഒരു ഭയങ്കര ഹാപ്പി ന്യൂസ്, ഒന്നെങ്കിൽ ഗിഫ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാപ്പി ന്യൂസ് ആയിട്ട് എന്തെങ്കിലും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അവരുടെ ഒരു ഫാമിലി നിങ്ങളുടെ മാരേജിന് സമ്മതിച്ചെന്നോ അങ്ങനെ എന്തോ ഒരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് അവർ വരാൻ പോകുന്നത്. അവർക്ക് നിങ്ങളെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യണം, ഫിനാൻഷ്യലിയും എല്ലാം, എന്ന് വെച്ചാൽ അവരുടെ ഫിനാൻസസും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റിന് അവർ തയ്യാറാണ്. ഇത് നിങ്ങളുടെ ഫ്യൂച്ചറാണ്. ഇതിനകത്തിൽ എനിക്ക് കാണുന്നത് കുട്ടികളെയാണ് കാണുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്കോ അവർക്കോ ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലവർക്ക് നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കും ഈ ഒരു വ്യക്തി. ഒന്നെങ്കിൽ നിങ്ങൾ കുഞ്ഞിലെ മുതൽ അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും. എന്തായാലും ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു എനർജി ഇവിടെ എനിക്ക് കാണാം. ഞാൻ പറഞ്ഞ പോലെ 3 കാര്യങ്ങളാണ്. ഇത് ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് എന്താണ് റെസൊനേറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക. ഇതിൽ ഏതെങ്കിലും 3 കാര്യങ്ങളായിരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരു കുട്ടികൾ ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കല്ല ഒരാൾക്ക് ഒരു കുട്ടി ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം. നിങ്ങൾക്ക് നെക്സ്റ്റ് മന്തിൽ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വരും. പിന്നെ എനിക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നൊരു പുതിയൊരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യും. ഒന്നെങ്കിൽ പുതിയൊരു സ്ഥലത്തേക്ക് മാറും, പുതിയൊരു കൺട്രിയിലേക്ക് മാറും, പുതിയൊരു വീട് ഉണ്ടാക്കും, അല്ലെങ്കിൽ പുതിയൊരു വീട് മേടിക്കും. എന്തായാലും ഒരു പുതിയൊരു കാര്യങ്ങൾ, അല്ലാതെ നിങ്ങൾ പഴയ എവിടെയെങ്കിലും താമസിക്കും അങ്ങനെയൊന്നുമില്ല. ഒരു ക്ലീൻ, ഒരു ബ്രൈറ്റ്, ഒരു പുതിയൊരു എൻവയൺമെന്റ്, ഒരു പുതിയൊരു വീടാണ് ഞാനിവിടെ കാണുന്നത്. നിങ്ങൾ ഒരുമിച്ച് പുതിയൊരു കാര്യം ഉണ്ടാക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു പുതിയൊരു എൻവയൺമെന്റ്, എന്തായാലും ലൈഫ് പുതിയതായി
പുതുതായിട്ട് ബിൽഡ് ചെയ്യുവാണ് നിങ്ങൾ. ഓക്കെ ഓക്കെ ഗായ്സ്, ഇതൊരു പോസിറ്റീവ് റീഡിംഗ് ആണ്. സോ എല്ലാവരും ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾ റെസൊനേറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഹാപ്പി ആണെന്ന് പ്രതീക്ഷിക്കുന്നു.